രാജാവാം ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യും. കർത്താവേ, നിൻ്റെ നാമത്തിന് ദിനംതോറും ഞാൻ കീർത്തനം പാടും. ബാറാസീറയുടെ പുസ്തകം 51-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം. ഇവിടെ ദൈവത്തെ രാജാവായും കർത്താവായും ചിത്രീകരിക്കുകയാണ്. രാജാവായ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യും. നീ സ്തോത്രാർഹനായ രാജാവാണ്, സ്തുതികൾക്ക് യോഗ്യനായ രാജാവാണ്, മഹത്വത്തിന് യോഗ്യനായ രാജാവാണ്, പകരം വയ്ക്കാൻ മറ്റൊന്നില്ലാത്ത രാജാവാണ്, ശ്രേഷ്ഠനായ രാജാവാണ്. കർത്താവേ, ദൈവമേ, രാജാവാം ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യും. തുടർന്ന് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, കർത്താവേ, നിൻ്റെ നാമത്തിന് ദിനംതോറും ഞാൻ കീർത്തനം പാടും. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം നടത്തുന്ന പരിപാലനങ്ങൾ, ദൈവം കൊടുക്കുന്ന സംരക്ഷണം, ഇതെല്ലാം ഓർത്തിട്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, കർത്താവേ, നിൻ്റെ നാമത്തിന് ദിനംതോറും ഞാൻ കീർത്തനം പാടും. അപ്പോൾ ദൈവത്തെ നിരന്തരം മഹത്വപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ അവൻ രാജാവും കർത്താവുമാണ്. അവൻ്റെ പരിപാലനം വളരെ ദിവ്യവും ശ്രേഷ്ഠവും കുലീനവുമാണ്. അവനെല്ലാം അറിയുന്നവനും എല്ലായിടത്തും വ്യാപരിക്കുന്നവനും ഒരുപാട് സ്നേഹമുള്ളവനുമായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ കരുതലിനെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും ഓർക്കുമ്പോൾ അവനെ സ്തോത്രം ചെയ്യാതിരിക്കുവാൻ, അവന് കീർത്തനം പാടാതിരിക്കുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ദൈവത്തിന് കീർത്തനം പാടുവാനും ഒരുപാട് ന്യായമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കര അച്ഛൻ.